ഹലോ ഗൈസ്, എല്ലാവർക്കും മൈ സ്റ്റാർ ബ്ലോഗിന് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ സിക്കിൽ പഠിച്ച ഒരു സംഭവമാണ് ഇത്. ഓക്കെ, ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് അതൊരു വലിയ സംഭവം തന്നെയാണ് കേട്ടോ. ഒരു സംഭവമല്ല, വലിയ സംഭവം തന്നെയാണ്. അത് ഗൈസ് പറയുന്നത് വെച്ചാൽ ഇത് ഫോട്ടോ മാനിപ്പുലേഷൻ എന്നാണ് ഇതിൽ പറയാം. വെച്ചത് ഞാൻ റീടച്ചിങ് പഠിച്ചു, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പഠിച്ചു. അപ്പോൾ അവസാനം പഠിച്ചത് ഫോട്ടോ മാനിപ്പുലേഷനാണ്. ഓക്കെ, ഇപ്പോൾ ഫോട്ടോ മാനിപ്പുലേഷൻ പറയുന്നത് വെച്ചാൽ ഒരു ഒറ്റ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കണക്കിന് ഫോട്ടോകളൊക്കെ വെച്ച് അത് കട്ട് ചെയ്ത് ബ്ലെൻഡ് ആക്കി ഇതേപോലെ കൊണ്ടുവരുന്നതാണ് ഫോട്ടോ മാനിപ്പുലേഷൻ. ഓക്കെ, നമുക്ക് എത്ര ഫോട്ടോ വേണം വെക്കാം. ഞാൻ അങ്ങനെ ഒരുപാട് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അടുത്ത ഞാൻ ഉണ്ടാക്കിയത് വെച്ചാൽ ഇതാണ് ഒരു പോലീസും ഒരു പബ്ലിക്കും തമ്മിലുള്ള ഒരു വാർ എന്നൊക്കെ പറയല്ല, അതുപോലെയാണ്. രണ്ട് പോലീസ് ജീപ്പ് ഉണ്ട്, പോലീസുകാരും ജീപ്പും വെച്ച് പിന്നെ ഒരു കൊട്ടാരം പോലെ സംഭവം സെറ്റാക്കി, പിന്നെ ഒരു ഗേറ്റ് വെച്ചു, പിന്നെ ഒരു പട്ടാളത്തിന്റെ സാധനം വെച്ചു. പിന്നെ ഇത് സിയരി മൂസിന്റെ ഒരു പോസ്റ്റർ ആട്ടോ ഞാൻ ഉണ്ടാക്കിയ. എങ്ങനെയുണ്ട്, സെറ്റാണോ? കാപ്പി ഓക്കെ, നമ്മളെ ഹരിശ്വര അശോകൻ ചേട്ടന്റെ ഒരു ഫോട്ടോയും വെച്ചു, പിന്നെ നമ്മളെ ദിലീപേട്ടന്റെ ഫോട്ടോയും ആ ഒരു ഡോഗിന്റെ. പിന്നെ അടുത്ത കേസ് ഞാൻ ഉണ്ടാക്കിയത് കൂലി അല്ലേ, കൂലിന്റെ ഈ പോസ്റ്ററൊക്കെ ഞാൻ ഇതുപോലെ സെറ്റാക്കി. ഇത് ഫോട്ടോ മാനിപ്പുലേഷൻ പറയൂല, ഇത് നമ്മളെ മൂവി പോസ്റ്റർ. ഞാൻ ഏകദേശം ഒന്നും ചെയ്തില്ല, ഞാൻ ഇതിന്റെ കളറൊക്കെ മാറ്റി വെറൈറ്റി ആക്കിയതാണ് അല്ലേ, മനസ്സിലാം. അപ്പൊ ഇതില് ഇതെന്ന് വെച്ചാൽ ഇത് വേറെ സംഭവമാണ്. നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ ഫോട്ടോഗ്രാഫ് സെലക്ട് ചെയ്തിട്ട് പിന്നെ KFC പോയിട്ട് നമ്മൾ പോയിട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അതിന്റെ ഏകദേശം ലുക്കൊക്കെ മാറും. ഇതൊക്കെ ഞാൻ സെറ്റാക്കി കേട്ടോ. പിന്നെ അതുപോലെ ഈ ലോഗും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ വെച്ചാണ് കൈ, വേറെ ആരുമല്ല, ഞാൻ തന്നെ സെറ്റാക്കിയാണ് കൈസ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഈ ഫോട്ടോഷോപ്പ് അടിച്ചാൽ ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും സിനിമയുടെ പോസ്റ്റർ തന്നെ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയൊരു പോസ്റ്ററാണ് ഇത് സർസമി എന്ന് പറഞ്ഞ പോസ്റ്റർ. ഓക്കെ, ഞാൻ കണ്ടു സിനിമ, നല്ല കിടക്കാച്ച സിനിമ. അപ്പോൾ അതിന്റെ റിവ്യൂക്ക് വേണ്ടി ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു പോസ്റ്റർ കേട്ടോ. അതും ഞാൻ പഠിച്ചോടെ തന്നെ, ഞാൻ ഫോട്ടോ മാനിപ്പുലേഷൻ പഠിച്ചല്ലോ, അതുപോലെ തന്നെയാണ് ഞാൻ ഫോട്ടോഷോപ്പിൽ നിന്ന് തന്നെ ചെയ്ത സംഭവം തന്നെയാണ് ഇത്. അങ്ങനെ ഉണ്ട്, അടിപൊളിയല്ലേ എന്നുവെച്ചാൽ. ഞാൻ ഏകദേശം നമ്മളെ ഇന്ത്യന്റെ കൊടിയും വെച്ച് ഒരു റിവ്യൂ എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റും എഴുതി. ബാക്കിയൊക്കെ സെറ്റായത്, ബാക്കിയൊക്കെ അതുപോലെ തന്നെയാണ് ഗൈസ്. അപ്പോൾ പഠിക്കാനൊക്കെ സിമ്പിളാണ് ഗൈസ്. നമുക്ക്